ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കു ബനാന മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ചിക്കു എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത് നല്ല മധുരമുള്ള ചിക്കുവാണ്. അതിൻ്റെ തൊലിയും കുരുവെല്ലാം കളഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തുള്ളതാണ് കേട്ടോ. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ നല്ല പഴുത്ത റോബസ്റ്റ് പഴം തൊലി കളഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഈന്തപ്പഴമാണ്. അപ്പോൾ ഈന്തപ്പഴം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ല മധുരമായിരിക്കും കേട്ടോ ഈ ഒരു ഷേക്കിന്. ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് അത് ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് ഈന്തപ്പഴം കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലതുപോലെ തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് കേട്ടോ. അപ്പോൾ പാൽ നമുക്കിതിലേക്ക് കുറച്ചൊഴിച്ച് നല്ലതുപോലെ ആദ്യം ഒന്ന് അടിച്ചെടുക്കണം. കാരണം ഒത്തിരി പാൽ ആദ്യം തന്നെ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ പഴവും അതുപോലെ ഈന്തപ്പഴമൊന്നും അത്ര നന്നായിട്ട് അരിഞ്ഞു കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം കുറച്ച് പാലൊഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കാൻ പറയുന്നത്. അങ്ങനെ നന്നായി അടിച്ചെടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പാൽ കുറേശ്ശെയായി ചേർത്തിട്ട് നല്ലതുപോലെ നമുക്ക് ഇത് സ്മൂത്തിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ചിക്കു ബനാന മിൽക്ക് ഷേക്ക് എന്നോ ചിക്കു ബനാന സ്മൂത്തി എന്നോ ഒക്കെ വിളിക്കുക കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ഷേക്ക് കഴിക്കാനായിട്ട്. ഇത് നമ്മൾ ഓൾറെഡി തണുപ്പിച്ചിട്ടുള്ള പാലും പഴവും അതുപോലെ ചിക്കും കൂടി അടിച്ചിട്ടുള്ളത് കൊണ്ട് നല്ല തണുത്തിട്ടാണ് നമുക്ക് ഈ ഒരു ഷേക്ക് കിട്ടുന്നത്. അപ്പോൾ അത് അടിച്ച ആ ഉടനെ തന്നെ നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നീട് തണുപ്പിക്കാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഫ്രഷോടെ കൂടെ കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാഷ്നട്ടോ അല്ലെങ്കിൽ കപ്പലണ്ടിയോ നമുക്ക് ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കാം സെർവ് ചെയ്യുന്ന സമയത്ത്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഈന്തപ്പഴം ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തതോ അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് മുന്തിരിയോ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കഴിക്കുമ്പോൾ നല്ല രസമാണ്. ആ ഒരു ചെറുതായി കടിക്കാനൊക്കെ കിട്ടുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വേനൽ ചൂടിൽ ആ ഒരു ക്ഷീണിച്ചൊക്കെ വരുമ്പോൾ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്